അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ സേമിയനും ഇവിടെ ചവ്വരി എന്ന് പറയാം ആ അരിയും വെച്ചിട്ടാണ് ഞങ്ങളിവിടെ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ചവ്വരി നെയ്യിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. കാരണം പാലൊഴിച്ചാൽ അത്രക്ക് വേവ് റെഡിയാവില്ല. അപ്പോൾ തിളച്ച വെള്ളം ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചവ്വരി ചെയ്യുക. അപ്പോൾ നമ്മൾ സേമിയന് എന്ത് ചെയ്യുക, ഒരു ചട്ടി വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ സേമിയ വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ചവ്വരി അവിടെ റെഡിയായി, പാകത്തെ വേവായി. പിന്നെ ഈ വറുത്ത് വെച്ച സേമിയ അതിലിട്ട് നമ്മൾ രണ്ടും ഒരുമിച്ച് ഒന്നും കൂടെ വേവിച്ച് എടുക്കണം. ഇത് വേവിച്ച് കൊടുക്കുമ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് വേവ് റെഡി ആയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇനി എന്താണ്, അതിൽ നമ്മൾ പാലൊഴിച്ച് കൊടുക്കും. ഇനിയാണ് പാലൊഴിച്ചിട്ട് അതിൽ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വേവൊക്കെ റെഡിയായി. ഇനി നമ്മൾ മിൽക്ക് മെയ്ഡ് അതിലൊഴിച്ച് കൊടുക്കും. ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പായസം തിളക്കാൻ പാടില്ല. ഇത് നമ്മൾ തീയെ ഓഫ് ചെയ്തിട്ടാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ നെയ്യിൽ മറ്റേ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ വറുത്തിട്ട് അതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നെയ്യ് ചൂടായി, അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒരുമിച്ച് വറുത്ത് നമ്മളതിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ലാസ്റ്റ് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇത്തിരി ഉപ്പ്, നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ പായസം റെഡിയായി. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.